ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രുചിയോട് കൂടിയിട്ടുള്ള മട്ടൻ കറിയാണ്. അപ്പം നമുക്ക് വേഗം തന്നെ സൂപ്പർ സ്പെഷ്യൽ ആയിട്ടുള്ള മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാനിവിടെ ഒരു 1.5 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് മാറ്റി വെച്ചതാണിത്. ഇതിൽ കുറച്ച് കൊഴുപ്പെല്ലാം ഉണ്ട്, കൂടുതൽ കൊഴുപ്പില്ല. അതെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് കുറച്ചൊരു കൊഴുപ്പുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ നിറച്ചു കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഇതിൽ ഇടുന്നുണ്ട്. ഇനി ബാക്കി വേണമെങ്കിൽ നമുക്ക് അവസാനം ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ ചെയ്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം. ഇതിൻ്റെ ഗ്യാസ് കംപ്ലീറ്റ് പോയി കിട്ടണം, എന്നാൽ മാത്രമേ നമ്മളിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ നേരത്തിന് നമുക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ള മസാല പൗഡർ തയ്യാറാക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ചെറിയ ജീരകമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു 2 ടീസ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട്, അതായത് പെരുംജീരകം. പിന്നെ ഒരു ടീസ്പൂണ് മല്ലിയാണ്, പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 3-4 ഏലക്ക, കുറച്ച് ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു ചെറിയ ഇത്രയുള്ളൊരു കഷ്ണം കറുവപ്പട്ടയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഒരുപാട് കരിഞ്ഞു പോകാറ്, ഇതിൻ്റെ പച്ച മണമെല്ലാം ഒന്ന് മാറി ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് വരണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ മാറ്റി വെച്ച് ഒരു പ്ലേറ്റിലേക്കോ ആയിട്ട് മാറ്റിയിട്ടിട്ട് നന്നായിട്ട് തണുക്കണം. തണുത്ത ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് ക്രഷ്ഡ് ചില്ലി ചേർക്കണം. ഇതുപോലെ ക്രഷ് ചെയ്തിട്ടുള്ള ചില്ലി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇതെല്ലാം കൂടി യോജിപ്പിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ മസാലയാണ് നമ്മൾ ഈ കറിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മട്ടൺ വെന്തോന്ന് നോക്കാം. വിസിൽ കംപ്ലീറ്റ് ഗ്യാസ് മാറിയ ശേഷമാണ് ഞാൻ റിമൂവ് ചെയ്തത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മൺചട്ടി എടുക്കുക, അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഇതിലൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീകി എടുത്തിട്ടുള്ള പച്ചമുളക് ഇടാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി കുറച്ചൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. ഇത് കുറച്ച് നന്നായിട്ട് മൂത്തിട്ട് നല്ലൊരു മണം വരും. ആ മണം വരുന്ന സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇടാനായിട്ട്. കറിവേപ്പില നമ്മളെ കയ്യിൽ എത്രയാണോ ഉള്ളത് അത്ര ഇടാം. കറിവേപ്പില ഇടുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കൂടുതൽ കറിവേപ്പില ഇടുക. എന്നിട്ട് നന്നായിട്ട് അതിനെ വഴറ്റിയിട്ട് എടുക്കുക. ഇപ്പം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇനി കുഞ്ഞുള്ളിയാണ് ചേർക്കുന്നത്. അപ്പം ഞാനിതിൽ ഒരു 250 ഗ്രാം കുഞ്ഞുള്ളി എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇത് വേഗം വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണ് അധികം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഹൈ ഫ്ലെയിമിലാക്കുക, പിന്നെ ചെറുങ്ങനെ ഇടയ്ക്ക് മീഡിയം ആക്കുക. എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കളറ് ചേഞ്ചായി കിട്ടണം. അത് ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ അടിക്കുന്ന ആ രീതിയിൽ എത്തുന്നത് വരെ നമുക്കിത് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ കളറെല്ലാം ചേഞ്ചായി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഇതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് വരുന്നത്. ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടുകയും വേണം, അതുപോലെ തന്നെ കുറച്ച് ഫ്രൈ ആയിട്ട് കിട്ടുകയും വേണം. ഇപ്പോൾ ഇതിൻ്റെ കളറ് നല്ലോണം ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ പച്ചമണം മാറുന്ന അത്രയും നമ്മൾ ഇതിനെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നല്ല മൂത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്മെല്ല് വരും. അപ്പോൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് വഴറ്റിയ ശേഷം നമുക്കിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിടാം. ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് മൂത്ത് നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല പൗഡർ ഇതിലേക്ക് ചേർക്കാം. അപ്പം ഇതിൽ വേറെ മസാല പൗഡർ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ആകെ ഈ ഒരു മസാലപ്പൊടി മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. ഈ ഒരൊറ്റ മസാലപ്പൊടി ചേർത്താൽ തന്നെ മതി. നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയും. വേറെ മട്ടൻ മസാലയോ അതുപോലെ തന്നെ വേറെ ഉലർത്ത് മസാല അങ്ങനെയുള്ള യാതൊരു സംഭവം നമ്മൾ ഇതിൽ ചേർക്കേണ്ട കാര്യമില്ല. ഈ ഒരു മസാല മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പൊ ഇതിൻ്റെ അകത്ത് എണ്ണയെല്ലാം ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമുക്കിത് ഇടക്കിടക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം, ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളി, അതായത് മീഡിയം സൈസ് തക്കാളി നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. നന്നായിട്ട് അടിച്ചെടുക്കണം. അതിൽ കഷ്ണമൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചെടുക്കുക വേണ്ടത്. അപ്പം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഈ തക്കാളിയെല്ലാം ഇതിലിട്ടിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ അപ്പോഴത്തേക്കും ഈ കറി റെഡി ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് കറിയിൽ അവസാനം വറുത്തിടാനായിട്ട് കുറച്ച് സവാളയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് വെളിച്ചെണ്ണയിൽ ആണ് നമ്മളിതിങ്ങനെ വഴറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിലും വഴറ്റി കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയിലാണ് വഴറ്റുന്നത്. നേർങ്ങനെ മുറിച്ചിട്ടിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് കളറ് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള, അതായത് തിളച്ചുകൊണ്ടിരിക്കുന്ന ആ കറി ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു പിന്നെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചത് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വെളിച്ചെണ്ണ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ പക്ഷേ ആ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. മല്ലിയില കുറച്ചധികം ചേർക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ അതും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേഗം തന്നെ സെർവ് ചെയ്യാം. ഈ ഒരു കറി ചപ്പാത്തിയുടെ കൂടെ, അതുപോലെ തന്നെ റൈസിന്റെ കൂടെ, ഗീ റൈസിന്റെ കൂടെ, പത്തിരിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, എല്ലാ സംഭവത്തിന്റെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾ ഇത് റെഡിയാക്കി നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായാൽ, അതായത് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.